നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോ കടുത്ത ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ശല്യപ്പെടുത്താതെ ആലോചിക്കട്ടെ. ശരിയല്ലോ. 1 2 3 4. എനിക്ക് മനസ്സിലായി. എന്തോ വലിയ ബിസിനസ് പ്ലാൻ ആലോചിക്കുകയാണല്ലേ. ഈ വർഷത്തെ ടേൺ ഓവറിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്? ഇത് അടുത്ത 2 വർഷത്തെ പ്ലാനിങ്ങാ. കമ്പനി വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ആ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സോറി, ഇത് ഞാനും എന്റെ വൈഫും മാത്രം അറിയേണ്ട പ്ലാനാ. വൈസ് ചെയർപേഴ്സന്റെ ജോലി നോക്കി പോ. ശരി, വൈസ് ചെയർപേഴ്സൺ പോയി. ഓക്കെ. വൈഫ് വന്നു. എന്താ കാര്യം? ഒരു വൈഫ് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാ പറയാം. ഓ ശരി, അങ്ങനെ ചോദിക്കാം. എന്താ ഗൗതമേട്ടാ ഞാനുമായി പ്ലാൻ ചെയ്യാനുള്ളത്? മോളിരിക്കെ ചേട്ടനെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. 2 വർഷം കഴിഞ്ഞ് ശിവാനിയുടെ കല്യാണം നടക്കുമ്പോ നിന്റെ ഒക്കത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞിന് ആ സമയത്ത് 1 വയസ്സെങ്കിലും വേണം. അത്രയെങ്കിലും ആയാലേ ഒക്കത്തെടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു കുഞ്ഞ് ആ സമയത്ത് നിന്റെ കയ്യിൽ വേണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിനുള്ള ശ്രമം തുടങ്ങണം. നാണം കെട്ട മനുഷ്യൻ. എന്ത് നാണം? എന്ത് നാണം? നീ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടത് എന്റെ കടമയാ. നിനക്ക് ഞാൻ 10 മാസത്തിനകം ഒരു കൊച്ചു നിധിയെ തരും. കൊച്ചു നിധിയല്ല, കൊച്ചു ഗൗതമിനെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. അതിനുള്ള സമയാവട്ടെ. പ്രതിജ്ഞ പിൻവലിക്കാന്ന് നീ മുമ്പ് പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? ഞാനേ ഓഫർ തന്നപ്പോ ഗൗതമിനത് വേണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഓഫർ അങ്ങ് പിൻവലിച്ചു. അതെന്താ, മൺസൂൺ ഓഫർ ആയിരുന്നോ പെട്ടെന്ന് പിൻവലിക്കാൻ? അതെ. ഇനി ഓൺ ഓഫർ വല്ലതും ഉണ്ടോ? വന്നാൽ അറിയിക്കാം. ശരി. തൽക്കാലം ഞാൻ ഓഫർ വെച്ചിരിക്കുന്നത് ശിവാനിയുടെ മുൻപിലാ. ജനുവിനായ ഒരു വിവാഹത്തിന് അവള് സമ്മതിക്കണം. എങ്കിൽ ഞാൻ എന്റെ പ്രതിജ്ഞ പാലിക്കും. അതല്ല, വസുന്ധരാന്റിയുടെ കൂടെ ചേർന്ന് നമ്മളെ അകറ്റാനുള്ള ശ്രമം അവള് തുടരാനാണ് അവളുടെ ഭാവമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. നമ്മുടെ കുഞ്ഞിനെ അവൾക്കും താലോലിക്കേണ്ടി വരും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അവൾക്ക് താലോലിക്കാൻ ഒരു കൊച്ചു വേണ്ടേ? ആദ്യം അവളുടെ തീരുമാനം എന്താന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് താലി കെട്ടാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ കൺമണിയെ സ്വപ്നം കാണാം. പിണങ്ങാതെ മോനൂസേ.